ഫെബ്രുവരി 23 തിങ്കളാഴ്ച. മത്തായി 25 31 മുതൽ 46 വരെ വാക്യങ്ങൾ. റോക്കീസ് പർവ്വതനിരകളുടെ ഉയർന്ന ഭാഗത്ത് ഒരു കൊച്ചുകുട്ടിയും അവൻ്റെ അമ്മയും താമസിച്ചിരുന്നു. ഒരു ദിവസം എന്തോ തെറ്റിന് ശിക്ഷിക്കപ്പെട്ട ശേഷം ആ കുട്ടി ഒരു മലയടിവാരത്തിലേക്ക് ഓടിച്ചെന്ന് അമ്മയോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളെ വെറുപ്പാണ്. അപ്പോൾ മലയിടുക്കിനപ്പുറത്ത് നിന്ന് പ്രതിധ്വനി വന്നു, എനിക്ക് നിന്നെ വെറുപ്പാണ്. കുട്ടി വളരെ ഭയന്ന് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കരഞ്ഞു പറഞ്ഞു, എനിക്ക് നിന്നോട് വെറുപ്പാണെന്ന് ആക്രോശിക്കുന്ന ദുഷ്ടൻ ആരാണ്? കുട്ടിയുടെ കൈ പിടിച്ച് അമ്മ മകനെ മലയുടെ അടിവാരത്തിലേക്ക് കൊണ്ടുപോയി. അരികിൽ വിളിച്ചുകൊണ്ടുപോയി പറഞ്ഞു, മകനെ, ഇനി ഞാൻ പറയുന്ന പോലെ പറ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കൊച്ചുകുട്ടി അതുപോലെ പറഞ്ഞപ്പോൾ വ്യക്തമായും മധുരമായും പ്രതിധ്വനി വന്നു, അവൻ്റെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട്. അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഇതാണ് ജീവിത നിയമം. നീ എന്തു കൊടുക്കുന്നുവോ അത് നിനക്ക് ലഭിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് അന്ത്യവിധിയുടെ ഉപമയുണ്ട്. ഈ ഉപമയിലെ ന്യായവിധിയുടെ മാനദണ്ഡങ്ങൾ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നത് വ്യക്തികൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ദയാപരതയുടെയും സേവനത്തിൻ്റെയും മൂർത്തമായ പ്രവൃത്തികളിലാണ്. ഈ പ്രവൃത്തികൾ അസാധാരണമോ ഗംഭീരമോ അല്ല, മറിച്ച് അവ അടിസ്ഥാന മനുഷ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ലളിതവും അനുകമ്പയുള്ളതുമായ ആംഗ്യങ്ങളാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക, ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുക, അപരിചിതരെ സ്വാഗതം ചെയ്യുക, നഗ്നരെ വസ്ത്രം ധരിപ്പിക്കുക, രോഗികളെ പരിചരിക്കുക, തടവിലാക്കപ്പെട്ടവരെ സന്ദർശിക്കുക. ഇവയിൽ ഓരോന്നും മറ്റുള്ളവരുടെ ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധതയും മനുഷ്യത്വത്തിൻ്റെ അംഗീകാരവും പ്രതിഫലിപ്പിക്കുന്നു. ഈ മാനദണ്ഡങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധേയമായത് അവയുടെ പ്രാപ്യതയാണ്. അവ നിറവേറ്റാൻ സമ്പത്തോ പദവിയോ അസാധാരണമായ കഴിവുകളോ ആവശ്യമില്ല. ഏതൊരാളുടെയും സാഹചര്യങ്ങൾ പരിഗണിക്കാതെ തന്നെ അവ എല്ലാവർക്കും ചെയ്യാനാവും. നീതിയുടെ ഈ ജനാധിപത്യവൽക്കരണം ഈ സുവിശേഷ ഭാവത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വത്തെ അടിവരയിടുന്നു. അതായത് സ്നേഹവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെയാണ് യഥാർത്ഥ വിശ്വാസം പ്രകടിപ്പിക്കേണ്ടത്. ഈ പറഞ്ഞ പ്രവൃത്തികളിലെ ഊന്നൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ അടിയന്തര ആവശ്യങ്ങൾ തിരിച്ചറിയുകയും അവയോട് പ്രതികരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നു. മാത്രമല്ല, ഈ മാനദണ്ഡങ്ങൾ യേശുവിൻ്റെ പഠിപ്പിക്കലുകളുടെ കേന്ദ്രബിന്ദുവായ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായി വർത്തിക്കുന്നു. വിശ്വാസികൾ അവരുടെ ജീവിതത്തെ പരിശോധിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ ഈ മൂല്യങ്ങളുമായി എങ്ങനെ യോജിക്കുന്നുവെന്ന് പരിഗണിക്കാനും ഈ സുവിശേഷം നമ്മെ വെല്ലുവിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ. മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ നാം അത് ജീവിക്കണം. ഇവരിൽ ഏറ്റവും ചെറിയവരെ സേവിക്കുന്നതിലുള്ള ശ്രദ്ധ, അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ദുർബലരെയും
സേവിക്കേണ്ട ആവശ്യകതയെ കാണിക്കുന്നു. സമൂഹം പലപ്പോഴും അവഗണിക്കുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്യുന്നവർക്ക് മുൻഗണന നൽകാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.